കോൺഗ്രസ് ആസ്ഥാനത്തിനടുത്ത് ബാരിക്കേഡ് വെച്ച് അടയ്ക്കുന്നു പോലീസ്. ഉച്ചകോടിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിനുള്ള ബദൽ പ്രതിഷേധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അർജുൻ പീതാംബരൻ വാർത്തകൾ വിവരങ്ങളും ചേർന്നു. അർജുൻ, സംഘർഷഭരിത സാഹചര്യം ഉണ്ടോ? സംഘർഷഭരിത സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഈ കോൺഗ്രസ് ആസ്ഥാനത്തിന് തൊട്ടടുത്താണ് ഇപ്പോൾ BJP പ്രവർത്തകർ, ഡൽഹിയിൽ നിന്നുള്ള BJP പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. പോലീസും അർദ്ധസൈനിക വിഭാഗവുമുണ്ട്. രണ്ടു കൂട്ടരും ഇപ്പോൾ BJP പ്രവർത്തകരെ തടഞ്ഞിരിക്കുകയാണ്. 2 ബാരിക്കേഡുകൾ വെച്ചാണ് BJP പ്രവർത്തകരെ ഇപ്പോൾ കോൺഗ്രസ് ആസ്ഥാനത്തിന് തൊട്ട് മുന്നിൽ വെച്ച് തടഞ്ഞിരിക്കുന്നത് ഹാഷ്മി. പക്ഷേ ഇപ്പോഴും പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുകളിലേക്ക് തള്ളിക്കയറി മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോയി കഴിഞ്ഞാൽ BJP പ്രവർത്തകർ കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് ഇരച്ചു കയറുന്ന അവസ്ഥയിലേക്ക് എത്തിയേക്കും. പക്ഷേ കൂടുതൽ പോലീസിനെയും അതുപോലെ തന്നെ CRPF-നെയും വിന്യസിച്ചുകൊണ്ട് പ്രവർത്തകരെ ഇവിടെ വെച്ച് തന്നെ, അതായത് ഈ കോൺഗ്രസ് ആസ്ഥാനത്തിന് തൊട്ടടുത്തുള്ള പ്രദേശത്ത് വെച്ച് തന്നെ ബാരിക്കേഡ് വെച്ച് തടയാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ആവശ്യമെങ്കിൽ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനവും നടപടികളും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുൻ, ദേശദ്രോഹികളെ വെടിവെച്ചു കൊല്ലൂ എന്നൊക്കെയുള്ള മുദ്രാവാക്യം അവിടെ ഉയരുന്നുണ്ട്. ഈ ഒരു പ്രതിഷേധം ഉച്ചകോടിക്കിടെ ഉണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു. ആ പ്രതിഷേധത്തിനുള്ള ബദൽ പ്രതിഷേധം എന്നുള്ള നിലയ്ക്ക് ഒരു പാർട്ടി ഓഫീസിലേക്കൊക്കെ പ്രതിഷേധം എത്രത്തോളം ഡൽഹിയിൽ സാധാരണമാണ്? ഇങ്ങനെ ഇതുവരെ കേട്ടിട്ടുണ്ടോ അങ്ങനെ? ബദൽ പ്രതിഷേധങ്ങൾ ഹാഷ്മി ഡൽഹിയിൽ സ്വാഭാവികമാണ്. ഇത്തരത്തിൽ ആം ആദ്മി പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും പാർട്ടി ആസ്ഥാനത്തേക്ക് മാർച്ചുകൾ സംഘടിപ്പിക്കാറുണ്ട്. എന്നാൽ ഇത്തരത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത്, അതായത് ഒരു വിഭാഗം BJP പ്രവർത്തകരാണ് ഭീകരവാദികളെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള തരത്തിൽ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നത്. ഇന്നലെ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചോളൂ അതൊരു ഭീകരവാദ പ്രവർത്തനം എന്ന നിലയിൽ തന്നെയാണ് BJP ക്യാമ്പയിൻ ചെയ്തിരിക്കുന്നത്. അതിന് അത്തരത്തിലൊരു വ്യാഖ്യാനം കൂടി BJP നിലവിൽ ഇന്ത്യ ഉടനീളം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാജ്യവിരുദ്ധ പ്രവർത്തന തരത്തിൽ ഒരു പ്രതിഷേധമായിരുന്നു ഉച്ചകോടിയുടെ വേദിയിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയത് എന്നുള്ള തരത്തിലേക്കുള്ള നരേറ്റീവ് കൂടി എന്തായാലും BJP ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതേ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ തന്നെയാണ് ഒരു വിഭാഗം പ്രവർത്തകർ നിലവിൽ എന്തായാലും ഡൽഹിയിൽ ഈ മാർച്ചിന് ഇടെ ഉയർത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, വലിയ മാർച്ചാണ്. പോലീസ് വലിയ തോതിലുണ്ട് എങ്കിൽ പോലും പലപ്പോഴും തടയാൻ കഴിയാതെ ആദ്യത്തെ ബാരിക്കേഡ് മറിച്ചിട്ടുകൊണ്ടായിരുന്നു പ്രവർത്തകർ മുന്നോട്ട് ഓടിയത്. നിലവിൽ നമുക്ക് ദൃശ്യങ്ങളടക്കം കാണാൻ സാധിക്കുന്നുണ്ട്. BJPയുടെ ഡൽഹി അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ, മനോജ് തിവാരി ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ള കാര്യം കൂടെയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ BJP വളരെ പ്രാധാന്യത്തോടെ ഈ ഒരു പ്രകടന മാർച്ചിനെ കാണുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഡൽഹിയിൽ മാത്രമല്ല, രാജതലസ്ഥാനത്ത് മാത്രമല്ല, രാജ്യത്തുടനീളം ഈ യൂത്ത് കോൺഗ്രസിന്റെ ആ പ്രതിഷേധ പരിപാടിക്കെതിരെ പ്രകടനങ്ങൾ ശക്തിപ്പെടുത്താൻ വേണ്ടി BJP തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ജമ്മു കശ്മീരും അതുപോലെ മറ്റിടങ്ങൾ ഇപ്പോൾ രാജസ്ഥാനിൽ ഉൾപ്പെടെ പലയിടത്തും യുവമോർച്ചയുടെയും അതുപോലെ BJPയുടെ സംസ്ഥാന ഘടകങ്ങളുടെയും നേതൃത്വത്തിൽ വലിയ തോതിൽ മാർച്ചുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെയും അടുത്ത ദിവസങ്ങളിലും സമാനമായിട്ട് തന്നെ കോൺഗ്രസിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും മാർച്ച് ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് രാഹുൽ ഗാന്ധി ഭിവാണ്ടി കോടതിയിലേക്ക് പോകുന്ന വഴി അവിടെ ഒരു കരിങ്കൊടി പ്രതിഷേധമടക്കം രാഹുൽ ഗാന്ധിക്ക് നേരെ ഉച്ചകോടിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിക്കെതിരെയായിരുന്നു പ്രതിഷേധം. ആ പ്രതിഷേധത്തിനെതിരെയുള്ള പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തോടുള്ള പ്രതിഷേധം എന്ന നിലയ്ക്കാണ് BJP ജില്ലാ അധ്യക്ഷനൊക്കെ ഡൽഹി അധ്യക്ഷനൊക്കെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഓഫീസിന് നേരെ വലിയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അവിടെ എത്തിയിരിക്കുന്നത്. ദേശദ്രോഹികളെ വെടിവെച്ചു കൊല്ലണം എന്നൊക്കെയാണ് ആ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം എന്തോ ദേശവിരുദ്ധ പ്രവർത്തനമാണ്, രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് എന്ന മട്ടിലുള്ള നറേറ്റീവ് ആണ് അവിടെ ഉണ്ടാവുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.